ട്രിച്ചിയിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഇനി പോകുന്നത് പ്രസിദ്ധമായ തഞ്ചാവൂരിലേക്കാണ്. കാവേരി നദിയുടെ തീരത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാർ തഞ്ചോർ എന്ന് വിളിച്ചിരുന്ന തഞ്ചാവൂരും ഉള്ളത്. ഇത് തമിഴ്നാടിൻ്റെ അന്നപാത്രം എന്നും അറിയപ്പെടുന്ന സ്ഥലമാണ്. ട്രിച്ചിയിൽ നിന്നും 58 കിലോമീറ്ററും ചെന്നൈയിൽ നിന്നും 340 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. തഞ്ചാവൂർ ദക്ഷിണേന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കർണാടക സംഗീതത്തിനും ശാസ്ത്രീയ നൃത്തത്തിനും പ്രസിദ്ധവുമാണ്. ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടിരുന്ന ത്യാഗരാജർ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ എന്നിവർ ഇവിടെയാണ് ജീവിച്ചിരുന്നത്. അതിനാൽ തഞ്ചാവൂരിനെ കർണാടക സംഗീതത്തിൻ്റെ ഇരിപ്പിടം എന്ന് വിശേഷിപ്പിക്കാറുമുണ്ട്. ഇവിടം കൃഷിക്കും വസ്ത്രനിർമ്മാണത്തിനും പേരുകേട്ട സ്ഥലമാണ്. ഇവിടുത്തെ ബൃഹദീശ്വര ക്ഷേത്രം അഥവാ രാജരാജേശ്വര ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനമായി പ്രഖ്യാപിച്ചതാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്. നമുക്കിവിടെ നിന്ന് ഗൈഡിനെ കിട്ടും. അങ്ങനെ ഒരു ഗൈഡിനെയും സംഘടിപ്പിച്ചാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കാണുന്നതിനായിട്ട് പോകുന്നത്. AD 985 മുതൽ 1013 വരെ ഉള്ള കാലഘട്ടത്തിൽ ഇവിടെ ഭരണം നടത്തിയിരുന്ന രാജരാജ ചോളൻ എന്ന രാജാവാണ് അത്യാകർഷകമായ ഈ ബൃഹദീശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമാണ് ഉള്ളത്. 12 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം പണി തീർത്തത്. രാജരാജ ചോളൻ പണി കഴിപ്പിച്ചതിനാൽ ഇതിന് രാജരാജേശ്വര ക്ഷേത്രം എന്നുകൂടി പേരുണ്ടായി. അതിമനോഹരമായ കൊത്തുപണികളാണ് ഇവിടെയെല്ലാം കാണാൻ പറ്റുന്നത്. നൃത്തത്തിന് പേര് കേട്ടതിനാൽ നൃത്തവുമായി ബന്ധപ്പെട്ട ഒരുപാട് രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ക്ഷേത്ര ചുവരുകളിലെ കൊത്തുപണികളിലും മറ്റും ചോള രാജാക്കന്മാരുടെ യുദ്ധങ്ങളിലെ വീരസാഹസിക പോരാട്ടങ്ങളും കുടുംബ പരമ്പരയും മറ്റും കൊത്തിവെച്ചിട്ടുണ്ട്. അതിനാൽ ഇവിടം നല്ലൊരു ചരിത്ര രേഖയുമാണ്. ഇവിടുത്തെ ലിഖിതങ്ങളിൽ നിന്നും ചോള ഭരണകാലത്തെ അറിവുകൾ നമുക്ക് ലഭിക്കും. അതിൻ പ്രകാരം അന്ന് രാജാവ് ക്ഷേത്രത്തിനോട് ചേർന്ന് വീഥികൾ പണി കഴിപ്പിക്കുകയും ഇരുവശവും ക്ഷേത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുകയും ചെയ്തിരുന്നു എന്നെല്ലാം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് പുറമെ അനേകം മണ്ഡപങ്ങളോട് കൂടിയ കൊട്ടാരങ്ങളും തഞ്ചാവൂരിൽ ഉണ്ടായിരുന്നതായിട്ട് ഈ രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ആദ്യകാലത്ത് ക്ഷേത്രം ദക്ഷിണമേരു എന്നും തിരുവുടയാർ കോവിലെന്നും പെരിയ കോവിലെന്നും മറ്റും അറിയപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിന് പ്രധാനമായും 2 ഗോപുരവാതിലുകളാണുള്ളത്. ആദ്യ കവാടത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവയിൽ എന്നാണ്. കേരള നാടുവാഴിയെ പരാജയപ്പെടുത്തിയ ശേഷം പണിത 5 നിലകളുള്ള ഈ ഗോപുരത്തിന് അതുകൊണ്ടാണ് ഈ പേര് ഉണ്ടായത്. രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ പേര് രാജരാജ തിരുവയിൽ എന്നാണ്. ഇതിൽ നിറയെ പുരാണ കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. ശിവ മാർക്കണ്ഡേയ പുരാണവും അർജുന കിരാത സന്ദർഭവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിന് 3 നിലകളാണ് ഈ രണ്ടാമത്തെ ഗോപുരത്തിനുള്ളത്. വിശാലമായൊരു മതിൽക്കെട്ടിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ചരമല്ലൻ എന്ന പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് പ്രധാന ക്ഷേത്രം. ഈ പ്രധാന ക്ഷേത്രത്തിന് 241 മീറ്റർ നീളവും 122 മീറ്റർ വീതിയുമുണ്ട്. ഇതിന് 2 നിലകളുമുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള താഴികക്കുടത്തിന് ശിഖരം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിലെ ചുവരുകളിലെ ചിത്രങ്ങൾ ചോള ചിത്രരചനാ രീതിയുടെ മികച്ച ഉദാഹരണങ്ങളുമാണ്. ശ്രീകോവിലിന് മുകളിലുള്ള വിമാനം എന്നറിയപ്പെടുന്ന ഭാഗം 14 നിലകളുള്ള വലിയ ഗോപുരമാണ്. ഇതിനെ ശിഖരം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ നിർമ്മാണ രീതി ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഇതിലുള്ള ശില്പങ്ങൾ അക്കാലത്തുള്ള വിവിധ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഒന്നാണ്. ഇതിനു മുകളിൽ 80 ടൺ ഭാരമുള്ളതും 25.5 അടി വീതം വശങ്ങളുള്ളതുമായ വലിയൊരു കലശമാണ് ഉള്ളത്. ഇതിന് 25 ടൺ ഭാരമുള്ളതുമാണ്. പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതും 8.7 മീറ്റർ ഉയരമുള്ളതുമാണ്. ഏകദേശം 29 അടിയാണ് അതിൻ്റെ ഉയരം. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ശിവലിംഗമാണെന്ന് പറയുന്നു.
ഇതാണ് പുറമേയുള്ള വരാന്തയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ശ്രീകോവിലുകളിൽ കാണുന്ന ശിവലിംഗങ്ങൾ. ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പ്രധാന തൃക്കോവിലിൻ്റെ മുകളിലുള്ള ഗോപുരമാണ് ഈ കാണുന്നത്. ഇതാണ് അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമാണിതെന്ന് പറയുവാനുണ്ടായിരുന്ന കാരണം. ഇവിടെ വിവിധ കഥാസന്ദർഭങ്ങളും പുരാണ കാവ്യങ്ങളും എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം അതിൻ്റെ ചിത്രീകരണങ്ങളാണ് കാണുന്നത്. വളരെ സൂക്ഷ്മമായ കൊത്തുപണികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ കല്ലുകളുടെ മുൻഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ദ്വാരങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ദ്വാരങ്ങളിലെല്ലാം ചെറിയ നൂല് പോലെയുള്ള സാധനങ്ങൾ കടത്തിവിടാൻ പാകത്തിനുള്ള ചെറിയ ദ്വാരങ്ങളും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ഇങ്ങനെ കാണുന്നത്. ഈ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന അവിടെ ചെറിയ ദ്വാരങ്ങളുണ്ട് അതിനിടയിലെല്ലാം. അതെല്ലാം വളരെ സൂക്ഷ്മമായി ചെയ്തിരിക്കുന്ന കൊത്തുപണികളാണ്. പുരാണങ്ങളിലെ പല കഥാസന്ദർഭങ്ങളും ഇവിടെ ഇങ്ങനെ കൊത്തുപണികളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം കൊത്തുപണികളാൽ അലങ്കൃതമാണ്. ആരെയും അതിശയിപ്പിക്കുന്ന തരം കൊത്തുപണികളാണ് ഇവിടെ കാണുന്നത്. പലതരം ജീവികളുടെയും മറ്റും രൂപങ്ങൾ ഇവിടെ കാണാം. ആന, കുതിര എന്നിവയെല്ലാം ചേർന്നുള്ള രൂപങ്ങളും ഇവിടെ ഇങ്ങനെ കൊത്തുപണികളായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടികളോട് ചേർന്ന ഭാഗത്ത് ഓരോ കഥാസന്ദർഭങ്ങൾ, ആനയുടെ വീരസാഹസിക കഥകൾ ഇതെല്ലാം ചേർന്നുള്ള പല വിധം കൊത്തുപണികളായി കാണുന്നു. അതിനെപ്പറ്റി എല്ലാം നമ്മുടെ ഗൈഡ് വിശദീകരിച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത ജീവികളുടെയൊക്കെ രൂപങ്ങൾ ഇവിടെ കാണാം. ആന, കുതിര എന്നിവ ചേർന്ന രൂപങ്ങളും അതുപോലെ ആന യുദ്ധത്തിൽ പല വീരസാഹസികമായി പ്രവർത്തിച്ചതിനെക്കുറിച്ചൊക്കെയുള്ള ചിത്രീകരണങ്ങളൊക്കെ ഇവിടെ കാണാം. കുതിരയുടെ വിവിധ രീതിയിലുള്ള ചിത്രങ്ങൾ അങ്ങനെയെല്ലാം കാണാം. അതുപോലെ ഇതിൻ്റെ മുകളിലുള്ള പണികളെല്ലാം ഇത് വളരെ സൂക്ഷ്മമായും മനോഹരമായും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഓരോന്നും സൂക്ഷ്മമായി നോക്കിയാൽ നമ്മൾ അതിശയിച്ചു പോകുന്ന രീതിയിലുള്ള കൊത്തുപണികളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ള ദ്വാരപാലകരുടെയൊക്കെ ചിത്രങ്ങളും നമ്മൾ അതിശയിപ്പിക്കുന്നതാണ്. അതുപോലെ ഈ കല്ലിൻ്റെ പ്രത്യേകത, അതിൻ്റെ കല്ലിൽ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഗൈഡ് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റൂഫിലൊക്കെ ചെയ്തിട്ടുള്ള കൊത്തുപണികളാണ് ഈ കാണുന്നത്. അതിൻ്റെ മുൻഭാഗത്തെ വാതിലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടുള്ള ദ്വാരപാലകരുടെ ശില്പങ്ങളാണ് ഈ കാണുന്നത്. ഇതുപോലെ മനോഹരമായ അനേകം ശില്പങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ക്ഷേത്രഗോപുരത്തിൻ്റെ പണികൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലുള്ള കലശത്തിന് ഏകദേശം 80 ടൺ ഭാരമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് മുകളിൽ കയറ്റി വയ്ക്കുന്നതിനായി 4 കിലോമീറ്റർ നീളത്തിൽ മണ്ണ് നിറച്ച് ചെരിവ് തലം നിർമ്മിച്ചു എന്നാണ് കരുതുന്നത്. ഈ ചെരിവ് തലത്തിലൂടെ നിരക്കി നീക്കിയാണ് ഈ 80 ടൺ ഭാരമുള്ള കലശം ഈ ക്ഷേത്രത്തിന് മുകളിലെത്തിച്ചത്. ഇവിടെ ഇതുപോലെ മനോഹരമായ ചില പണികളും കാണാൻ പറ്റും. ഇതൊരു സായിപ്പിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. അന്ന് കാലത്ത് ബ്രിട്ടീഷുകാരുമായും മറ്റും ഉണ്ടായിരുന്ന കച്ചവടങ്ങളുടെ ഒരു ചരിത്രം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതുപോലെ ഉള്ള കൊത്തുപണികളും ഒക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഈ പ്രധാന ക്ഷേത്രത്തിൻ്റെ 2ാം നിലയിലെ ഇടനാഴിയുടെ ഭിത്തികളിൽ നാട്യശാസ്ത്രത്തിൻ്റെ 108 നൃത്തകരണങ്ങളിൽ 81 എണ്ണം കൊത്തിവെച്ചിട്ടുണ്ടെന്ന് ഗൈഡ് പറയുകയുണ്ടായി. പക്ഷേ അവിടെ കയറി കാണുന്നതിന് പ്രത്യേക അനുമതിയും മറ്റും ആവശ്യമായതിനാൽ നമുക്കതിൻ്റെ മുകളിലേക്ക് കയറി കാണുന്നതിനായിട്ട് പറ്റിയില്ല. ഈ 108 നൃത്തകരണങ്ങളിൽ 81 എണ്ണം കഴിഞ്ഞ് ബാക്കിയുള്ള 27 കരണങ്ങളിൽ പ്ലെയിൻ ആയിട്ടുള്ള കല്ലുകളാണ് ഇട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇവയിൽ നൃത്തരൂപങ്ങൾ കൊത്താത്തതെന്ന് ഇന്നും അജ്ഞാതമാണ്. ശ്രീകോവിലിനും നന്ദി മണ്ഡപത്തിനും ഇടയിലായിട്ട് ചതുരാകൃതിയിലുള്ള 2 മണ്ഡപങ്ങളുണ്ട്. ഒന്ന് മഹാമണ്ഡപമാണ്. ഇതിന് 2 വശങ്ങളിലും 6 തൂണുകൾ വീതവും ഉണ്ട്. ഇതിലും മനോഹരമായ കലാസൃഷ്ടികളാണുള്ളത്. ഇവിടെ വലിയ 2 ദ്വാരപാലകരുണ്ട്. ഇത് മുഖമണ്ഡപവുമായി പടികൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെയും ദ്വാരപാലകരുണ്ട്.
ഇവിടെ 8 ദിക്പാലകരുടെ ശ്രീകോവിലുകളും ഉണ്ട്. മഹാമണ്ഡപത്തിൻ്റെ മുൻവശത്തായി 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവ് പണികഴിപ്പിച്ച പെരിനായകി അമ്മാൾ ക്ഷേത്രവുമുണ്ട്. ഇവിടെ ദേവി പ്രതിഷ്ഠയാണ് ഉള്ളത്. വിവിധ പുരാണ സന്ദർഭങ്ങൾ വിവരിക്കുന്ന അനേകം ശില്പങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ വലിയ ഒരു നന്ദി മണ്ഡപവുമുണ്ട്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതും 12 അടി ഉയരവും 20 അടി നീളവുമുള്ളതും 25 ടൺ തൂക്കവുമുള്ളതുമായ ഒരു വലിയ നന്ദി വിഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണാവുന്നത്. ക്ഷേത്രത്തിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളെല്ലാം കണ്ടിറങ്ങുമ്പോൾ അവിടെ സ്ത്രീകളുടെ ഒരു പ്രധാന ഉത്സവം എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പൊങ്കാലയുമാണ് നടക്കുന്നത്. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പൊങ്കാല പുറമേ നിന്നൊന്ന് കണ്ട ശേഷം നമ്മൾ അടുത്ത കാഴ്ചകളിലേക്കായിട്ട് പോവുകയാണ്. 2010 ഈ ക്ഷേത്രത്തിൻ്റെ 1000 വർഷം തികഞ്ഞതിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. ഈ അവസരത്തിൽ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ഭരതനാട്യ യജ്ഞവും നടത്തുകയുണ്ടായി. കൂടാതെ സ്മാരക സ്റ്റാമ്പുകളും നാണയങ്ങളും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. 1954 ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ചിത്രം ഉൾക്കൊള്ളുന്ന 1000 രൂപ കറൻസി പുറത്തിറക്കിയിരുന്നു. 1975 ഈ നോട്ട് കള്ളപ്പണ നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് അസാധുവാക്കുകയുണ്ടായി. കൂടാതെ ഫെബ്രുവരിയിൽ മഹാശിവരാത്രിക്ക് ഇവിടെ 10 ദിവസത്തെ വലിയ നൃത്തോത്സവവും അവതരിപ്പിക്കാറുണ്ട്. ഇവിടെ വിശേഷപ്പെട്ട രഥോത്സവവും നടക്കാറുണ്ട്. ഇതോടുകൂടി ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. അടുത്ത കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.